കോൺഗ്രസ് MP ആന്റോ ആന്റണിയും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാൻ ഒരുങ്ങി വിജിലൻസ്. ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ നൽകിയിരുന്നെന്ന രാജുവിന്റെ വെളിപ്പെടുത്തലിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് വിജിലൻസ് നീക്കം. സുപ്രീംകോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടൻ നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിന് വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടുക. NM രാജുവിന്റെ വെളിപ്പെടുത്തലിൽ ആന്റോ ആന്റണി MPയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾക്കിടെയാണ് വിജിലൻസിന്റെയും കുരുക്ക്. നെടുമ്പറമ്പിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ NM രാജു 2 കോടി രൂപ നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോ ആന്റണി 2 മാസത്തിനകം തിരികെ നൽകാമെന്ന് പറഞ്ഞ് 2 കോടി വാങ്ങിയെന്നും എന്നാൽ 20 ലക്ഷം മാത്രമാണ് തിരികെ നൽകിയതെന്നും NM രാജു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ പണം വാങ്ങിയതെന്നും രാജു പറയുന്നു. ആരോപണത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നായിരുന്നു MPയുടെ പ്രതികരണം. എന്നെ വ്യക്തിഗത ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ അതിനെ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. ഇത്തരം കള്ള ആരോപണങ്ങളുടെയും കള്ള പ്രചരണങ്ങളുടെ പിന്നിൽ തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകും. ആന്റോ ആന്റണി പണം വാങ്ങിയിട്ടുണ്ടോ? ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിൽ എത്ര രൂപ തിരിച്ചു നൽകി? ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുക. പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ കുറ്റം കണ്ടെത്തിയാൽ കേസെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.